നമസ്കാരം, ഹായ്, ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ യാത്ര. എൻ്റെ പേര് ബിജിനി. ഹോപ്പ് നിങ്ങളെല്ലാവരും ഡിവൈൻ്റെ ഗൈഡൻസോടുകൂടി ട്വൻറ്റി ജേർണി ചെയ്ത് മുന്നോട്ട് പോകുകയാണെന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് ഡോണ്ട് ഗിവ് അപ്പ് ഓൺ യുവർ ട്വൻറ്റി ജേർണി ആൻഡ് ഓൺ യുവർ സെൽഫ്. ഓക്കെ, സോ ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ സെൽഫ്. നിങ്ങളുടെ ആധ്യാത്മിക ഉന്നതിക്ക് വേണ്ടി ആൻഡ് നിങ്ങളുടെ ഈശ്വരനായിട്ടുള്ള യൂണിയന് വേണ്ടിയാണ് മേജർലി നിങ്ങൾക്ക് ഈ ജേർണി തന്നത്. നിങ്ങളുമായിട്ട് തിരിച്ച് റീയൂണൈറ്റ് ചെയ്യാനാണ് ഈശ്വരൻ എനിക്ക് ഈ ജേർണി തന്നത്. സോ പ്ലീസ് ഡോണ്ട് ഗിവ് അപ്പ് ഓൺ യുവർ ജേർണി ആൻഡ് ഓൺ യുവർ സെൽഫ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. ഇന്നലെ നമ്മൾ ഒരു ഡീറ്റെയിൽ റീഡിംഗ് ഉണ്ടാക്കി. ടോറസ് രാശി, അതായത് ഇടവ മാസം, ടോറസിൻ്റെ എനർജി, സൂര്യൻ ഇടവം രാശിയിൽ വരുമ്പം ആ എനർജീസ് എങ്ങനെയായിരിക്കും ബാധിക്കുന്ന. സെക്കൻഡ് ഹൗസിലാണ്, ഫാമിലി ബേസ് ചെയ്തും ഫാമിലീൻ്റെ എനർജി. സോ അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആയിരുന്നു കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തത്. സോ പ്ലീസ് കണ്ടിട്ടില്ലാത്തൊരു ആ വീഡിയോ കാണുക. ബിക്കോസ് ടോറസ് രാശി എന്ന് പറയുമ്പോൾ എല്ലാവരും പേർക്ക് ഇടവം രാശിയിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാണ്. അങ്ങനെയല്ല ആ വീഡിയോ ഇട്ടിരിക്കുന്നത്. അത് ഇടവം രാശി, അതായത് ഇടവ മാസം. ഇന്നലെ മെയ് 15 സോ ഒരു മാസം ഈ ഇടവം രാശി നമ്മളെല്ലാവരെയും ടോട്ടലി കളക്റ്റീവ്ലി നമ്മളെല്ലാവരെയും എങ്ങനെ ആ എനർജി എഫക്റ്റ് ചെയ്യും, അതിൻ്റെ ഉള്ള റെമഡീസ് എന്തൊക്കെയാണെന്ന് അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ പ്ലീസ് കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ ചാനലിലുണ്ട്, ഇന്നത്തെ വീഡിയോ ആണ്. ഓക്കെ, സോ ഇന്ന് അതിൽ നിന്നും എക്സ്ട്രാ ഒരു ബോണസ് പോലെ എനിക്ക് ഫീല് വന്നതാണ്. ലൈക്ക് നമ്മൾ ഇന്നലെ ട്വിൻ ഫ്ലെയിം ജേർണിയുടെ കാര്യം അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഇന്നൊരു ഫീലിംഗ് ഉണ്ടായി. കുറച്ചും കൂടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ടോറസ് രാശി ഈ ഇടവ മാസം നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഏതൊക്കെ എനർജീസിന് എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യും, നിങ്ങളുടെ മേജർ അപ്സെറ്റ് ഉണ്ട്, മേജർ തീം ഓഫ് ട്രിഗേഴ്സ് അല്ലെങ്കിൽ അപ്സെറ്റ് അല്ലെങ്കിൽ എന്തൊക്കെ ബ്യൂട്ടിഫുൾ ലവിങ് മൊമെൻറ്റ്സ് ആയിരിക്കും വരുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് ഹീല് ചെയ്യാനുള്ളത്, എന്തൊക്കെയാണ് ഹീലായിട്ടുള്ളത് എന്ന കാര്യം നമുക്ക് കാർഡ്സിൻ്റെ സഹായത്തോടെ നോക്കാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട് വൺസ് അഗെയിൻ. സോ കാർഡ് ഷഫിൾ ചെയ്യാണ്. പ്ലീസ് ഗ്രൗണ്ട് ചെയ്യുക താങ്കളെ തന്നെ. ഓക്കെ, പ്ലീസ് ഡിവൈൻ ഷോ മീ ദ വ്യൂവേഴ്സിൻ്റെ കറൻ്റ്ലി കളക്റ്റീവിൽ ട്വിൻ ഫ്ലെയിമിൽ ഇപ്പം ഇടവം രാശി, ടോറസ് രാശി, ഇടവം രാശി എങ്ങനെയായിരിക്കും ട്വിൻ ഫ്ലെയിം ജേർണിയിൽ കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്, ഏതൊക്കെ മേജർ ബ്രേക്ക് ത്രൂസാണ് ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്, ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഉണ്ടാവാൻ പോകുന്നത്. സോ കളക്റ്റീവിൽ ടോറസ് രാശിയിൽ ഉണ്ടാവുന്ന ട്വിൻ ഫ്ലെയിമിൻ്റെ കളക്റ്റീവ് എനർജീസ് എങ്ങനെയായിരിക്കും. ഓക്കെ, ഇതൊരു ടൈംലെസ് ആണ്. ഇതിപ്പോൾ ഇടവ രാശിയിൽ കാണുന്ന വെച്ചാൽ എനർജീസാണ്. സോ പ്ലീസ് ബി വിത്ത് മീ. ഗ്രൗണ്ട് ചെയ്യുക എനർജീസിനെ ആൻഡ് ക്ലെയിം ചെയ്യുക. വേണ്ട എനർജീസിനെ ക്ലെയിം ചെയ്യുക, വേണ്ടാത്ത എനർജി പ്ലീസ് നോ പറയുക. ഓക്കെ, റിസീവ് ചെയ്യാൻ റെഡി ആയിരിക്കണം. ബട്ട് ആ റിസീവ് ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾക്ക് വ്യക്തമായ ബോധം വേണം. എല്ലാം കയറി റിസീവ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ the major theme of this month, integration, multi-dimensional healing. സോ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇതാണ് 6 ആണ് വന്നിരിക്കുന്ന മേജർ തീം. എന്താ അതാണ് ഇടയ്ക്കുന്നൊരു കാർഡ് എടുക്കാം. സോ സെറെൻഡർ, ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ. ഓക്കെ, 1 and Master Alchemy 5 Violet Flame Activation 11 Let Go Expectation, I Am Enough. Okay, bottom in the Divine Order, Practice Patience. Final card, bottom of the desk is Trust. Transformation, Battle of her head with heart. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് വീണ്ടും ഈശ്വരൻ കാണിച്ചു തരുന്നത്. സോ ഓവറോൾ തീം ഇൻറ്റഗ്രേഷൻ ആണ്. നമ്പർ 6 ആൻഡ് ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് സെറെൻഡർ ആണ്. സെക്കൻഡ് വന്നത് മാസ്റ്റർ ആൽക്കമിസ്റ്റ് ആൻഡ് തേർഡ് ലെറ്റ് ഗോ എക്സ്പെക്ടേഷൻ. ഫോർത്ത് വന്ന കാർഡ് ഡിവൈൻ ഓർഡർ ആൻഡ് ഫിഫ്ത്ത് കാർഡ് ഇസ് ട്രാൻസ്ഫോർമേഷൻ. സോ നമ്പർ 1, 2, 4, 11
ആൻഡ് 66. സോ 66 എപ്പോൾ നിങ്ങൾ കാണുന്നു? അപ്പോൾ ഇന്നലെ 66 ഏഞ്ചൽ നമ്പറുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് എക്സോഷൻ, സോറോ വരുന്ന എനർജീസിനെ അല്ലേ റിലീസ് ചെയ്യാൻ, ലെറ്റ് ഗോ ചെയ്യാൻ എന്തോ ആയിരുന്നു ഇന്നലത്തെ റീഡിങ്ങിൽ പറഞ്ഞു. സോ കണ്ടിട്ടില്ലാത്തൊരു പ്ലീസ് ഗോ ചെക്ക് ആൻഡ് വാച്ച് ഓൺ മൈ യൂട്യൂബ് ചാനൽ. ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. ടോറസ് എനർജി എങ്ങനെ നിങ്ങളെ പൂർണ്ണമായി എല്ലാ തരത്തിലും ഏതൊക്കെ രീതിയിൽ അതിനെ എഫക്റ്റ് ചെയ്യും, ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകും. സോ പറയാനുള്ള ഫസ്റ്റ് എനർജി, ഓവറോൾ തീം ഈ ഒരു ടോറസ് എനർജിയുടെ നിങ്ങളുടെ ലൈഫിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. മൾട്ടി ഡയമെൻഷണൽ ഹീലിംഗ് ആണ് ഈശ്വരൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ലുക്ക്, ഒരു കൈയുണ്ട് അല്ലേ, ആ ഹീലിങ്ങിനെ മൊത്തം ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, തന്നിലേക്ക് ആവാഹിച്ചെടുക്കുകയാണ്. മനസ്സിലായി? സോ നിങ്ങൾ ഇത്രയും നാൾ ചെയ്ത ഹീലിംഗ് എല്ലാം നിങ്ങളുടെ ഉള്ളിൽ ഇൻറ്റഗ്രേറ്റ് ആയി നിങ്ങളുടെ ഒരു സോളിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ്. ഈ ഒരു മാസത്തിൻ്റെ ഈ ടോറസ് എനർജി നിങ്ങളുടെ ഹീലിംഗ് നിങ്ങൾ പല പ്രാവശ്യമായിട്ടും പല രീതിയിൽ എടുത്തിട്ടുള്ളത്. ഇപ്പം DMDF ബാലൻസിങ് ആയിക്കോട്ടെ, മിറർ എക്സസൈസ് ആയിക്കോട്ടെ, നിങ്ങൾ ജേർണലിങ് ചെയ്തതായിക്കോട്ടെ, മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തതായിക്കോട്ടെ, യോഗിക് പ്രാക്ടീസ് വല്ലതും ചെയ്തതായിക്കോട്ടെ, ക്രിയായോഗ ചെയ്തതായിക്കോട്ടെ, എന്ത് തന്നെ നിങ്ങൾ ഹീലിംഗ് മൊഡാലിറ്റി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഹീല് ചെയ്യാൻ വേണ്ടി ഈ ടോറസ് ഈ രാശി അല്ലെങ്കിൽ ഈ ഒരു എനർജി ഈ ഒരു മാസം ഈ ഒരു എനർജി നിങ്ങളുടെ ആ ഒരു പൂർണ്ണമായി ഹീലിങ്ങിനെ റിസീവ് ചെയ്ത് നിങ്ങളിൽ ഇൻറ്റഗ്രേറ്റ് നിങ്ങളൊരു ഭാഗമായി മാറാനാണ് ഓവറോൾ തീം കാണിക്കുന്നത്. ആൻഡ് അതിന് ആ ഇൻറ്റഗ്രേഷൻ വേണമെങ്കിൽ ഫസ്റ്റ് വേണ്ട ഭാവം എന്താണ്? സറണ്ടറാണ്. ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ. സോ 1-1 വീണ്ടും, അതായത് നിങ്ങൾ വീണ്ടും സറണ്ടർ ചെയ്യാണ്. സോ ഇന്നത്തെ റീഡിങ്ങിലും വന്നിരുന്നു, നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴാണ് കാര്യങ്ങളൊക്കെ നമുക്ക് കൈവിട്ട് പോകുന്ന പോലെ തോന്നും. നമുക്ക് തോന്നും ഒന്നും നടക്കുന്നില്ല, എക്സോഷൻ വരും, സോറോ ഫീൽ ചെയ്യും. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് സറണ്ടറിങ്. ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ, നിങ്ങൾ ചിലപ്പം മൾട്ടിപ്പിൾ ഡാർക്ക് ഓഫ് നൈറ്റ് ഓഫ് ദ സോളിലൂടെ കടന്നു പോയി കണ്ടിട്ടുണ്ടാകും. മേ ബി ഇനി ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട്. സോ ആ ഹെവി എനർജി നിങ്ങളെ ബാധിക്കാതിരിക്കണമെങ്കിൽ യു ഹാവ് ടു സറണ്ടർ, ബെൻഡ് ഡൗൺ ടു ദ പരമാത്മ, അതായത് ഈശ്വരനിലേക്ക് തന്നെ അർപ്പിക്കുക. ഈശ്വര പ്രണിധാനം, അതായത് ഈശ്വരൻ നമ്മളെ അർപ്പിക്കുക, പൂർണ്ണമായി സറണ്ടർ ചെയ്യുക. നിങ്ങളുടെ സോളിലേക്ക് സറണ്ടർ ചെയ്യുക, നിങ്ങളുടെ ഹാർട്ട് സെൻറ്ററിലേക്ക് സറണ്ടർ ചെയ്യുക, ഈശ്വരൻ്റെ വിൽ ആൻഡ് വിഷിലേക്ക് സറണ്ടർ ചെയ്യുക. കാരണം അന്നിരുന്നാൽ മാത്രമേ ആ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ, ആ ഡാർക്ക്നെസ്സിൽ നിന്ന് നിങ്ങൾക്ക് ലൈറ്റിലേക്ക് വരണമെങ്കിൽ യു ഹാവ് ടു സറണ്ടർ ആൻഡ് ലെറ്റ് ഗോ. ഇത് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ. ഇപ്പം ഈ ടോറസ് എനർജി നിങ്ങളോട് പറയുന്നത് സറണ്ടർ ചെയ്യാനാണ്. കാരണം ഹീലിംഗ് ഹാപ്പൻ ചെയ്യുന്ന എപ്പോഴാണ്? നമ്മൾ സറണ്ടർ ചെയ്യുമ്പോഴാണ് ഹീലിംഗ് നമ്മുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നത്. കാരണം സറണ്ടർ ചെയ്യാത്ത അർത്ഥം നമ്മളും ഇങ്ങനെ പിടിച്ച് വെച്ചേക്കുവാണ്, കൺട്രോൾ ചെയ്യാൻ നോക്കുവാണ്, നമുക്ക് തന്നെയാണ് അത് വിഷമം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. മനസ്സിലായി? സോ നിങ്ങൾ എത്രത്തോളം റെസിസ്റ്റ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിൻ്റെ പെയിൻ കൂടും. അല്ലെങ്കിൽ അത്രയും ഡാർക്ക്നെസ്സിലൂടെ നിങ്ങൾ, അല്ലെങ്കിൽ അത്രയും ഫിസിക്കൽ പെയിനിലൂടെ അല്ലെങ്കിൽ മെൻ്റൽ ട്രോമയിലൂടെ നിങ്ങൾ വീണ്ടും കടന്നു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. സോ പ്ലീസ് അങ്ങനെ ചെയ്യരുത്. ഇപ്പം ഈശ്വരൻ അല്ലെങ്കിൽ ഡിവൈൻ നിങ്ങളോട് പറയുന്നത്, ഈ ടോറസ് എനർജി, ഈ ടോറസ് രാശി ഈ സമയം ഇടവ മാസത്തിൽ ഈ ഒരു എനർജി നിങ്ങളോട് പറയുന്നത് പ്ലീസ് സറണ്ടർ ടു ദ ഡിവൈൻ, സറണ്ടർ ടു ദ അൾട്ടിമേറ്റ്, ടു യുവർ സോൾ. ഈശ്വരിലേക്ക്, ആത്മാവിലേക്ക് സറണ്ടർ ചെയ്യുക. ഓക്കെ. സോ 1-1 ഏഞ്ചൽ നമ്പർ കാണുവാണെങ്കിലും 111 എന്ത് നിങ്ങൾ കണ്ടാലും അതിൻ്റെ അർത്ഥം സറണ്ടറാണ്. സറണ്ടർ ചെയ്യുക. എവിടെ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യുന്നു സറണ്ടർ ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോബ് പറ്റിയില്ലേ, സറണ്ടർ ദാറ്റ് ജോബ് ടു ഗോഡ്. എന്നിട്ട് ഈശ്വരനോട് പറയുക, എനിക്ക് ഇതിനെക്കാട്ടിലും ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആണ്. സോ ഈശ്വരൻ വഴി തുറന്നു തരും. ഇനി നിങ്ങൾ ട്വിൻ ഫ്ലെയിമിനെ സറണ്ടർ ചെയ്യുക, ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ഈശ്വരൻ നിങ്ങൾക്ക് ആ വഴി കാണിച്ചു. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ട്വിൻ ഫ്ലെയിമിനെ കൊണ്ടുവന്നത് ഈശ്വരനാണ്. സോ ഈശ്വരൻ്റെ ജോലിയാണ് നിങ്ങളെ കൊണ്ട് നിങ്ങളെ യൂണിയനിൽ എത്തിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ധർമ്മമുണ്ട്, ടേക്ക് ആക്ഷൻ ആൻഡ് ക്ലെയിം യുവർ ട്വിൻ ഫ്ലെയിം, ക്ലെയിം യുവർ മാൻ ആൻഡ് ക്ലെയിം യുവർ വുമൻ ആൻഡ് ക്ലെയിം യുവർ ഹാർമോണിയസ് യൂണിയൻ ആൻഡ് സറണ്ടർ. നിങ്ങളുടെ കയ്യിൽ നിൽക്കാത്ത എല്ലാം സറണ്ടർ ചെയ്യും. നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു ഇറ്റ്സ് ഔട്ട് ഓഫ് യുവർ കൺട്രോൾ, ജസ്റ്റ് സറണ്ടർ ഇറ്റ്. ഈഗോ മൈൻഡാണ് കൺട്രോൾ ചെയ്യാനാക്കുന്നത്, നമ്മുടെ സോൾ കൺട്രോൾ ചെയ്യാനാക്കുന്നത്, ഇത് ഫ്ലോയിലൂടെ പോകാനാണ് ആക്കുന്നത്. സോ സറണ്ടർ.
ആൻഡ് സെക്കൻഡ് കാർഡ് നമ്മൾ വന്നത് 5 ആണ്. മാസ്റ്റർ ആൽക്കമിസ്റ്റ്, വയലറ്റ് ഫ്ലെയിം ആക്ടിവേഷൻ. വയലറ്റ് ഫ്ലെയിം ആക്ടിവേഷൻ്റെ ധാരാളം യൂട്യൂബിൽ വീഡിയോ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇനി മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇമാജിൻ ചെയ്യുക, കണ്ണുകൾ അടയ്ക്കുക, ഹാർട്ട് സെൻറ്ററിൽ ഫോക്കസ് ചെയ്യുക. ഹാർട്ട് സെൻറ്ററിൽ ഫോക്കസ് ചെയ്തത് ഈശ്വരൻ്റെ ഒരു ഡിവൈൻ ലൈറ്റ് എന്നെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുക. ദെൻ ഇമാജിൻ ചെയ്യുക നിങ്ങളുടെ ക്രൗൺ ചക്രയിൽ നിന്ന് ഒരു വയലറ്റ് എനർജീസ് നിങ്ങളുടെ ക്രൗൺ ചക്രയിൽ നിന്ന് ഇറങ്ങി നിങ്ങളുടെ ബോഡീനെ പൂർണ്ണമായ വയലറ്റ് ഫ്ലെയിമിൽ നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു പ്രൊട്ടക്ഷൻ പോലെ ആ ഒരു വയലറ്റ് ഫ്ലെയിം സഹസ്രാരത്തിൽ നിന്ന് വന്ന് നിങ്ങളുടെ മൂലാധാരത്തിൽ മീൻസ് മൊത്തത്തിൽ നിങ്ങളെ കവറപ്പ് ചെയ്യുന്നൊരു ബബിളായിട്ട്, ഒരു കുമള പോലെ, ഒരു വയലറ്റ് ഫ്ലെയിമിൻ്റെ കുമള പോലെ, അല്ലെങ്കിൽ ഒരു വയലറ്റ് ഫ്ലെയിമിൻ്റെ ഒരു ബബിൾ പോലെ നിങ്ങൾ സങ്കല്പിക്കുക. ഹാർട്ട് സെൻറ്ററിൽ നിന്ന് ഒരു വൈറ്റ് ഡിവൈൻ ലൈറ്റും ആ എനർജീനെ സ്മൂതൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങളത് മനസ്സുകൊണ്ട് ആ ഒരു വിഷ്വലൈസ് ടെക്നിക്ക് യൂസ് ചെയ്ത് ഈ മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. ധാരാളം വയലറ്റ് ഫ്ലെയിം ആക്ടിവേഷൻ യൂട്യൂബ് വീഡിയോസ് അവൈലബിൾ ആണ്. യൂട്യൂബ് ചാനലിൽ ധാരാളമുണ്ട്. നമുക്ക് എന്നെങ്കിലും ഈശ്വരൻ സഹായിക്കുകയാണെങ്കിൽ നമുക്ക് വയലറ്റ് ഫ്ലെയിം ആക്ടിവേഷൻ മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കാം, ഈശ്വരൻ്റെ ആ കടാക്ഷം പോലെയൊക്കെ. സോ മാസ്റ്റർ ആൽക്കമിസ്റ്റ് ഈ വയലറ്റ് ഫ്ലെയിം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, വീണ്ടും ഹെയിലിങ്ങിന് ഹെൽപ്പ് ചെയ്യും. സറണ്ടർ ചെയ്യാൻ ബുദ്ധിമുട്ടെങ്കിൽ സറണ്ടറിങ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മെഡിറ്റേഷൻ ബിക്കോസ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാണ് ആ വയലറ്റ് ഫ്ലെയിമിൻ്റെ എനർജി. ബിക്കോസ് വയലറ്റ് ഫ്ലെയിം നമ്മുടെ സഹസ്രാറിൻ്റെ തേർഡ് ഐൻ്റെ ഒരു എനർജി ആയിരിക്കും നിങ്ങൾക്ക് വൈബ്രൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. സോ വയലറ്റ് എനർജി നിങ്ങളുടെ ലൈഫിൽ സൂതിങ് എഫക്റ്റ് ആണ് നമുക്ക് തരുന്നത്. സോ അത്രത്തോളം നിങ്ങൾക്ക് ക്ലാരിറ്റി ലൈഫിൽ കിട്ടിക്കൊണ്ടിരിക്കും. സോ സറണ്ടർ ചെയ്യാൻ മാത്രമേ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവത്തുള്ളൂ. ആൻഡ് തേർഡ് നിങ്ങളോട് പറയുന്നത് ലെറ്റ് ഗോ ഓഫ് എക്സ്പെക്ടേഷൻ. ഐ ആം ഇനഫ്. നിങ്ങൾ എപ്പോഴൊക്കെ 11 ഏഞ്ചൽ നമ്പർ കാണുന്നു, സോ നിങ്ങളോട് തന്നെ പറയുക, ഇതൊരു മുദ്രാവാക്യം പോലെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നിങ്ങളുടെ ലൈഫിൽ ഒരു മാജിക് വേർഡ് പോലെ, സ്വിച്ച് വേർഡ് പോലെ യൂസ് ചെയ്യുക. ദാറ്റ് ഐ ആം ഇനഫ്, ഐ ആം ഇനഫ് ആൻഡ് ഐ ചൂസ് ടു ലെറ്റ് ഗോ ഓഫ് ഓൾ ദ എക്സ്പെക്ടേഷൻ ഫ്രം മൈ ലൈഫ്, ഫ്രം മൈ ജേർണി, ഫ്രം മൈ ട്വിൻ ഫ്ലെയിം യൂണിയൻ. എല്ലാ എക്സ്പെക്ടേഷനെയും നിങ്ങൾ ഡിവൈൻ മാസ്കുലിൻ എന്നുള്ള ഡിവൈൻ ഫെമിനിൻ എന്നുള്ള നിങ്ങൾ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് ഇറ്റ് ഗോ. ബിക്കോസ് നിങ്ങളോട് ഈശ്വരൻ പറയുന്നത് that you are enough and please let go all the expectation ആണ് നമുക്ക് നിരാശ. എക്സ്പെക്ടേഷൻ വരുമ്പോൾ നമ്മളപ്പം ഒരു ബിസിനസ് പോലെ ഞാൻ നിനക്ക് ഇത്രയും എഫേർട്ട് ഇട്ടു, അല്ലെങ്കിൽ ഇത്രയും സ്നേഹം ഞാൻ നിനക്ക് ഇട്ടു, നീ തിരിച്ചു ഇത്രയും സ്നേഹം അല്ലെങ്കിൽ എഫേർട്ട് അല്ലെങ്കിൽ അറ്റൻഷൻ അല്ലെങ്കിൽ കെയറിങ് എനിക്ക് തരണം എന്നുള്ള ബിസിനസ് ആവും. ആൻഡ് യുവർ ട്വിൻ ഫ്ലെയിം ഈസ് നോട്ട് ഗോണ സപ്പോർട്ട് യു. ഈ ഒരു മേഖലയിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ല. ബിക്കോസ് ഹി ഈസ് യുവർ അൾട്ടിമേറ്റ് ഗുരു. ആൻഡ് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഡിവൈൻ മാസ്കുലിൻ അല്ലെങ്കിൽ ഡിവൈൻ ഫെമിനിൻ്റെ ഡ്യൂട്ടി ഇസ് ടു ട്രിഗർ യു ആൻഡ് നിങ്ങളെ വീണ്ടും ഈശ്വരനിലേക്ക് റീറൂട്ട് ചെയ്ത് അല്ലെങ്കിൽ റീയൂണൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. സോ നിങ്ങൾ ഇനഫാണ്. നിങ്ങൾ ആർക്കും വേണ്ടി നിങ്ങളെ മാറ്റേണ്ട ആവശ്യമില്ല. ഐ ആം ഇനഫ്. ഇതാണ്ട ഈ എക്സ്പെക്ടേഷൻ്റെ ബേർഡനെ എടുത്ത് കളയാനാണ് പറയുന്നത്. ഇതാ നോക്കൂ, ആ ഒരു ബട്ടർഫ്ലൈനെ ചങ്ങല ഇട്ട് വെച്ചിരിക്കുന്നു. സോ നിങ്ങൾ നിങ്ങളുടെ ഗ്രോത്തിനെ, നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷനെ നിങ്ങൾ ഇതുപോലെ പിടിച്ചു വെച്ചേക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സറണ്ടർ ചെയ്യുക, ലെറ്റ് ഗോ ചെയ്യുക. ആൻഡ് ബിക്കോസ് ഈ ഒരു ടൈം നിങ്ങളുടെ ഹീലിങ്ങിനെയാണ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിവൈൻ മൊത്തത്തിൽ നിങ്ങളെ ഹീലിങ്ങിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഈ ബട്ടർഫ്ലൈ പോലെ കൊക്കോണിൽ നിന്ന് ഹൈബർനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ തപസ് അത് കഴിഞ്ഞു. ഇനിയെങ്കിലും ആ ഒരു സൊസൈറ്റിക്കൽ എക്സ്പെക്ടേഷൻ, നിങ്ങളുടെ ഫാമിലിക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ഒരു എക്സ്പെക്ടേഷൻ, നിങ്ങൾ മറ്റുള്ളവരുടെ എക്സ്പെക്ടേഷനൊക്കെ എടുത്ത് കളയാം. ബിക്കോസ് അതൊക്കെ നിങ്ങളുടെ ഗ്രോത്തിനെ ആണ് ബാധിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്കൊരു ബാധ്യത പോലെ, ഒരു ചങ്ങല പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഇതാണ് സത്യം, ദാറ്റ് യു ആർ എനഫ്. സോ എപ്പോൾ നിങ്ങൾ 11 ഏഞ്ചൽ നമ്പർ കാണോ അതിൻ്റെ അർത്ഥം ഐ ആം എനഫ് എന്ന സ്വിച്ച് വേർഡ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഐ ആം ഇനഫ് എന്ന വാക്ക് വീണ്ടും ആവർത്തിക്കുക. ആൻഡ് ലെറ്റ് ഗോ യുവർ എക്സ്പെക്ടേഷൻ. ഓക്കെ. ആൻഡ് ദ ഫോർത്ത് കാർഡ് ഇസ് ഡിവൈൻ ഓർഡർ. ഓക്കെ. പ്രാക്ടീസ് പേഷ്യൻസ്. ഞാൻ ഇന്നലെയും പറഞ്ഞു നമ്പർ 2 പ്രാക്ടീസ് പേഷ്യൻസ്. സോ എപ്പോൾ നിങ്ങൾ നമ്പർ 2 222 ഒക്കെ കാണുന്നു, ഈശ്വരൻ നിങ്ങൾ പറയുന്നത് ഡിവൈൻ ഓർഡറിലാണ് എല്ലാം നടക്കുന്നത്. സോ ഡിവൈൻ ഓർഡർ എന്താണ്?
ഫസ്റ്റ് നിങ്ങളുടെ ഈശ്വരൻ ഡിവൈൻ ആണ് ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ആദ്യം ഏറ്റവും പ്രാധാന്യം അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈശ്വരനാണ്. ആൻഡ് സെക്കൻഡ് നിങ്ങളാണ്. ആൻഡ് തേർഡ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണ്. ഒരു ട്രയാങ്കിൾ എന്ന രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഈശ്വരൻ, നിങ്ങളുടെ അത് കഴിഞ്ഞ് നിങ്ങൾ, പിന്നെ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം. നിങ്ങൾ രണ്ടുപേരും ഒരേ സ്ഥലത്ത് നിന്നും അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത പോയിന്റിൽ നിന്നും ജേർണി സ്റ്റാർട്ടാക്കി സൈമൾട്ടേനിയസ്ലി രണ്ടുപേരിലും പാരലലി ഒരു പോയിന്റിലാണ് വന്നിട്ടുള്ളത്. അത് നിങ്ങളുടെ യൂണിയനാണ്, അത് നിങ്ങളുടെ ഈശ്വരനാണ്. ഓക്കെ, സോ ഡിവൈൻ ഓർഡർ അതാണ്. സോ പ്രാക്ടീസ് പേഷ്യൻസ്, പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു ജേർണിയിൽ പേഷ്യൻസ്, ധൈര്യം അല്ലെങ്കിൽ ക്ഷമ അത്യന്താപേക്ഷിതമാണ്. ലൈക്ക് നമുക്ക് ഭയങ്കര പേഷ്യൻസ് വേണം. നമ്മൾ ആ ഒരു ധൈര്യത്തോടെ നമ്മുടെ ക്ഷമയോട് കാത്തിരിക്കണം. ആ ക്ഷമയ്ക്കൊരു ധൈര്യം തന്നെ വേണം. കാരണം ക്ഷമ എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ്. കാരണം ആ പേഷ്യൻസിൻ്റെ ഇടയിൽ നമ്മുടെ ട്രസ്റ്റിനെ ചാലഞ്ച് ചെയ്യപ്പെടും. പേഷ്യൻസ് ഉണ്ടെങ്കിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷെ പേഷ്യൻസ് ഇല്ലാത്ത ഒരാൾക്ക് ട്രസ്റ്റ് ചെയ്യാനും വളരെ പാടാണ്. ബിക്കോസ് ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളതും ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോർഷൻ ട്രസ്റ്റിലാണ്. ഞാൻ ഇപ്പോഴും ഹീലിംഗ് കൂടുതൽ ചെയ്യുന്ന ട്രസ്റ്റിലാണ്. ബിക്കോസ് അൺനോണിനെ ട്രസ്റ്റ് ചെയ്യാൻ നമുക്ക് പേടിയായിരിക്കും. സോ നിങ്ങൾ പേഷ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എത്ര നിങ്ങൾക്ക് ക്ഷമ ധൈര്യമായി അതായത് സോ ഇവിടെ ഞാൻ നന്ദി ഭഗവാന്റെ ഒരു നന്ദീൻ്റെ എക്സാമ്പിളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ലൈക്ക് ശിവൻ തപസ് ചെയ്യാൻ പോകുമ്പം നന്ദി ഭഗവാൻ ആ ഒരു വാതിൽക്കൽ ശിവൻ തിരിച്ചെത്തുന്ന വരെ ഒരു പ്രതീക്ഷയിലിരിക്കണം. ലൈക്ക് ഇന്ന് വരും എപ്പോൾ ശിവൻ ആ ധ്യാനത്തിൽ നിന്ന് ഉണരും ഒന്നും അറിയത്തില്ല. ബട്ട് വളരെ പേഷ്യൻ്റ്ലി അദ്ദേഹം ഈശ്വരൻ അല്ലെങ്കിൽ മഹാദേവൻ്റെ ആ വരവും കാത്തിരിക്കും. അദ്ദേഹത്തിന് അറിയാം മഹാദേവ് തിരിച്ചെത്തും. ബട്ട് എന്നെത്തും ഒരിക്കലും നന്ദി ഭഗവാൻ എഴുന്നിട്ട് ഈ പറ്റത്തില്ല, ശിവൻ ഇപ്പം തന്നെ ധ്യാനത്തിൽ ഉണരണമെന്ന് പറഞ്ഞിട്ടില്ല. സോ അത്രമാത്രം നമ്മൾ പേഷ്യൻ്റ് ആയിരിക്കണം. കാരണം അത് നിങ്ങളും ഈശ്വരനായിട്ടുള്ള പേഴ്സണൽ ജേർണിയാണ്. നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണി, നിങ്ങളുടെ സ്പിരിച്വൽ ജേർണി ഈശ്വരൻ നിങ്ങളായിട്ടുള്ളൊരു പേഴ്സണൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ജേർണിയാണ്. സോ അവിടെ നിങ്ങൾക്കുണ്ടാവുന്ന എക്സ്പീരിയൻസ്, നിങ്ങൾക്കുണ്ടാവുന്ന മിറാക്കുലസ് അനുഭവങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ആ ദൈവിക തത്വം ഫീലിങ്സ് ഒന്നും മറ്റുള്ളവരുടെ ചിലപ്പോൾ ഷെയർ ചെയ്ത ഈ സ്പിരിച്വൽ ജേർണിയിലല്ലാത്ത ഒരു വ്യക്തിയോട് ഷെയർ ചെയ്ത് അവർക്ക് മനസ്സിലാകില്ല. സോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഈ ലോകത്ത് നല്ല ഡിഫറെൻറ്റ് ഒരു പ്ലാനറ്റിൽ നിന്ന് വന്നതാണ്, അല്ലെ അന്യഗ്രഹ ജീവിയാണ് സെൽഫ് അല്ലാതെ തോന്നിയെന്ന് വരാം. ബട്ട് ഇറ്റ്സ് എ ട്രൂ എക്സ്പീരിയൻസ് ബിക്കോസ് യു ആർ എക്സ്പീരിയൻസിങ്. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ശരിക്കും എക്സ്പീരിയൻസ് കൊണ്ട് ഇറ്റ്സ് റിയലി ട്രൂ. ട്രസ്റ്റ് ചെയ്യുക, ധൈര്യത്തോടെ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ബിക്കോസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും അത് റിട്ടേൺ ബാക്ക് വരും. പിന്നെ കഴിയുന്നത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് ഈശ്വരനിലേക്ക് ആ ഒരു നന്ദി പ്രകടിപ്പിക്കുക. എത്രത്തോളം നിങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുക അത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ലൈക്ക് ചില സമയത്ത് ഞാനും ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ഫോമാറ്റിൽ നിന്ന് വിട്ടുപോകാറുണ്ട്. ആ സമയത്ത് എൻ്റെ ലൈഫിൽ എല്ലാ എനർജിക്കും തകിടം മറിയാറുണ്ട്. പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മുടെ ലൈഫിൽ കൂടുതൽ പോസിറ്റീവ് എനർജീസ് തരുന്നത്. സോ ലവ് വൈബ്രേഷൻ ആണ് ഏറ്റവും ഹയസ്റ്റ്. സോ നിങ്ങൾക്ക് എന്ത് തന്നെ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ബി ഇൻ ലവ്. അതായത് ലവിനെ റിസീവ് ചെയ്യുക, ലവിനെ ഷെയർ ചെയ്യണം, ലവിനെ ഗിവ് ചെയ്യാണ്. നിങ്ങൾ ലവിനെ ഗിവ് ചെയ്യുക, ലവിനെ ഷെയർ ചെയ്യുക ആൻഡ് ലവിനെ റിസീവ് ചെയ്യാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ട ലവാണ്. സോ നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും അത് നിങ്ങൾ നിറഞ്ഞ സന്തോഷത്തോടെ മനസ്സോടുകൂടി ചെയ്യുക. അഥവാ നിങ്ങൾക്ക് ആ സമയത്ത് ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ പ്ലീസ് അത് ചെയ്യാണ്ട് വെക്കുക. ബിക്കോസ് നിങ്ങളുടെ സോളിനെ റെസ്പെക്റ്റ് ചെയ്യുക, നിങ്ങളെ ഫോഴ്സ് ചെയ്യാണ്ട് ഇരിക്കുക. സോ പ്ലീസ്, ആൻഡ് ഇതൊരു ഡിവൈൻ ഓർഡറിലാണ് എല്ലാം നടക്കുന്നത്. ഡിവൈൻ ടൈമിംഗ് അല്ല, ഡിവൈൻ ഓർഡറാണ്. ഡിവൈൻ ഓർഡർ ഈസ് ആദ്യമേ ഗോഡ്, പിന്നെ നിങ്ങൾ ട്വിൻ ഫ്ലെയിം. ഓക്കെ, ആൻഡ് ഇതെല്ലാം കൂടെ ചേർന്ന് നിങ്ങളുടെ ഹാർമോണിയസ് ട്വിൻ ഫ്ലെയിം യൂണിയൻ. And the final card is transformation. Number 4. So number 4 എപ്പോൾ നിങ്ങൾ കാണുന്നു 44, 44 അല്ലെങ്കിൽ 44 അല്ലെങ്കിൽ 4 മാത്രം കാണുമ്പോഴും അതിൻ്റെ അർത്ഥം ട്രാൻസ്ഫോർമേഷൻ ആണ്. നിങ്ങൾ ഡീപ്പ് ട്രാൻസ്ഫോർമേഷനിലാണ് കാണുന്നത്. ബിക്കോസ് ഈ ഒരു ടൈമിങ് ബാറ്റിൽ ഓഫ് ഹെഡ് വേഴ്സസ് ഹാർട്ട്, നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ ഈഗോ മൈൻഡ് തമ്മിലുള്ള യുദ്ധമാണ്. ദ്വന്ദ്വ യുദ്ധം എന്നല്ലേ പറഞ്ഞത് ആന്ന് തോന്നുന്നു കേട്ടോ, എന്നാൽ തെറ്റാണെങ്കിൽ ക്ഷമിക്കാം. സോ അപ്പം എന്താ പറയുക,
ബാറ്റിലും അതായത് നിങ്ങളുടെ ഉള്ളിലെ തന്നെ ഒരാൾ, അപ്പോൾ നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള ഒരു യുദ്ധമാണ്. ആത്മാവും ഈഗോ മൈൻഡും തമ്മിലുള്ള യുദ്ധമാണ്. നിങ്ങളുടെ ഷാഡോ നിങ്ങളുടെ ലൈറ്റ് ആസ്പെക്റ്റുമായിട്ടുള്ള യുദ്ധമാണ്. സോ പ്ലീസ് ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ സറണ്ടർ ഒരു ഭാവം വന്നാൽ മാത്രമേ നിങ്ങൾക്ക് സോൾ പറയുന്നത് കേൾക്കാൻ പറ്റൂ. സോ പ്ലീസ് സറണ്ടർ ചെയ്യുക. ലെറ്റ് ഗോ ഓൾ ദ എക്സ്പെക്ടേഷനെ മൊത്തത്തിൽ ഇല്ലാണ്ടാക്കുക. പക്ഷെ ഹോപ്പ് ഈ ലൈഫ്, കാരണം ഹോപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പേഷ്യൻസ് ഉണ്ടാവുള്ളൂ. പേഷ്യൻസ് വേണമെങ്കിൽ എന്താ, ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ബിക്കോസ് ബോട്ടം ഓഫ് ദ ഡെക്ക് ഈസ് ട്രസ്റ്റ് ആണ്. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്ക് ഈസ് ട്രസ്റ്റ് ആണ്. ആൻഡ് ആസ്ക്, ലിസൺ ആൻഡ് ഫോളോ. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഒരു എന്താ പറയുക കൺഫ്യൂഷൻ വരുവാണെങ്കിൽ ആസ്ക് ഏഞ്ചൽസ്, അല്ലെങ്കിൽ ഈശ്വരനോട് ആസ്ക് ചെയ്യുക, ഈ തങ്ങളുടെ ആത്മാവിനോട് ആസ്ക് ചെയ്യുക. ബിക്കോസ് നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരവുണ്ട്. എന്നിട്ട് ധൈര്യമായി പേഷ്യൻസോടുകൂടി ക്ഷമയോടുകൂടി കേൾക്കുക. അലൗ ചെയ്യുക ആ ആൻസേഴ്സ് നിങ്ങളുടെ ഫ്രണ്ടിൽ വരാം. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഈ ചോദ്യത്തിൻ്റെ ഉത്തരം സ്പോട്ടിൽ തന്നെ വരണമെന്നില്ല, കുറച്ച് ടൈം എടുക്കും. കാരണം നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ഡീപ്പ് കണക്ഷൻ നിങ്ങളുമായിട്ടുണ്ടോ, ഈശ്വരനായിട്ടുണ്ടോ, അങ്ങനെയായിരിക്കും നിങ്ങളുടെ ആൻസർ. ചിലപ്പം അന്ന് തന്നെ റിവീൽ ചെയ്യപ്പെടണമെന്നില്ല ആൻസർ. ചിലപ്പോൾ ഒരു പക്ഷെ ഒരു വ്യക്തിയിൽ നിന്നോ, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നോ, അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ നിന്നോ, ഒരു പാട്ടിൻ്റെ വരിയിൽ നിന്നോ, ഒരു സിനിമ കാണുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വഴി കൂടെ നടന്നു പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ ആൻസർ റിവീൽ ചെയ്യുന്നത്, സ്ട്രൈക്ക് ചെയ്യുന്നത്. ഓ, ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇതായിരുന്നല്ലോ എന്നുള്ളത്. ബിക്കോസ് ട്രുത്ത് ഈസ് ദ അൾട്ടിമേറ്റ്, എന്താ പറയുക, അൾട്ടിമേറ്റ്ലി ഗോഡാണ്. സത്യമാണ് ഈശ്വരൻ തന്നെയാണ് സത്യം. നമ്മൾ സത്യത്തിൽ നിന്ന് അകന്നാണ് പോകുന്നത്. സത്യം എങ്ങും നമ്മളെന്നും പോകാറില്ല, നമ്മളാണ് സത്യത്തിൽ നിന്ന് അകന്നു പോകുന്നത്. സോ ട്രസ്റ്റ് ചെയ്യുക. സോ എന്നിട്ട് ഈ ഒരു പ്രോസസ്സ് നിങ്ങളെ മൊത്തത്തിൽ ഇൻറ്റഗ്രേറ്റ്, നിങ്ങൾ സറണ്ടർ ചെയ്യുന്ന ആ പോർഷനും നിങ്ങളുടെ ഹീലിംഗിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യപ്പെടും. നിങ്ങൾ ആ വയലറ്റ് ഫ്ലെയിം ആക്ടിവേഷൻ ചെയ്യുമ്പോഴും അത് നിങ്ങളുടെ നിങ്ങളിലേക്ക് അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യപ്പെടും. ആൻഡ് നിങ്ങൾ എക്സ്പെക്ടേഷൻ ലെറ്റ് ഗോ ചെയ്ത് ഐ ആം ഇനഫ് എന്നൊരു സ്ഥിതിയിലേക്ക് വരുമ്പോൾ അതും ആ ഹീലിംഗിലേക്ക് നിങ്ങളുമായിട്ട് ആ സോളുമായിട്ട് ഒരു ഇൻറ്റഗ്രേഷൻ നടക്കും. ആൻഡ് ഡിവൈൻ ഓർഡർ, പ്രാക്ടിക്കൽ പേഷ്യൻസ് എത്രത്തോളം ക്ഷമ, ധൈര്യം നിങ്ങളുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യുന്നോ ആ ഒരു ഹീലിംഗും നിങ്ങളുടെ ലൈഫിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യപ്പെടും. ആൻഡ് ട്രാൻസ്ഫോർമേഷൻ, ഫൈനലി നിങ്ങൾ ഹെഡ് വേഴ്സസ് ഹാർട്ട്, ലൈക്ക് 2 ഓഫ് സ്വേർഡിൻ്റെ നിന്ന്, കണ്ണടച്ച 2 ഓഫ് സ്വേർഡിൻ്റെ ആ എനർജിയിൽ നിന്ന്, അല്ലെങ്കിൽ 2 ഓഫ് പെൻറ്റക്കിൾസ് ജഗ്ലിങ്ങിൻ്റെ ഒരു എനർജിയിൽ നിന്ന്, ഹാങ് മാങ്ങിൻ്റെ എനർജിയിൽ നിന്ന് നിങ്ങളുടെ ഹൈ പ്രീസ്റ്റസ് എനർജിയിലേക്കാണ് പോകുന്നത്. എനിക്ക് ഫീൽ ആവുന്ന ഹൈ പ്രീസ്റ്റസ് എനർജി. ഹൈ പ്രീസ്റ്റസിന് അറിയാം അവർക്ക് എന്താണ് വേണ്ടത്. ബിക്കോസ് ഹൈ പ്രീസ്റ്റസിൻ്റെ മോസ്റ്റ് ഇൻറ്റ്യൂട്ടീവ് പേഴ്സൺ ആണ്. സോ നിങ്ങളുടെ ലൈഫിൽ ഈ ടോറസ് രാശി, ഈ ഒരു ടൈം പീരീഡ്, ഈ ഒരു ടോറസ് എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് ട്രാൻസ്ഫോർമേഷനെയാണ് കൊണ്ടുവരുന്നത്, ഹീലിങ്ങിനെയാണ് കൊണ്ടുവരുന്നത്. ഇത് മൊത്തം നിങ്ങളുടെ ലൈഫിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. സോ ട്രസ്റ്റ് ചെയ്യുക. ട്രസ്റ്റ്. ഓക്കെ, ആസ്ക്, ലിസൺ ആൻഡ് അലോ ചെയ്യുക. എന്ത് തന്നെ വന്നാലും ട്രസ്റ്റ് ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. സോ എപ്പോഴൊക്കെ നിങ്ങൾക്ക് ട്രസ്റ്റ് ബ്രേക്ക് ആവുന്ന വരുന്നു, പ്ലീസ് ക്ലോസ് യുവർ ഐസ് ആൻഡ് ലിസൺ ആൻഡ് സറണ്ടർ ചെയ്യുക. ലെറ്റ് ഗോ ചെയ്യുക എല്ലാ എക്സ്പെക്ടേഷൻ, എല്ലാ ആൻസേഴ്സിനെ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ശൂന്യസ്ഥിതിയിലെത്തുക. ആൻഡ് ആസ്ക് ടു യുവർ ഇന്നർ ഗുരു, ദ അന്തർഗുരു, ആൻഡ് യു വിൽ ഗെറ്റ് ദ ആൻസർ. നിങ്ങളുടെ അന്തർഗുരുവിനോട് ചോദിക്കുക, നിങ്ങളുടെ അന്തർഗുരു ഒരു ആൻസർ പറയും. അതാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം. വേറെ ആരും പറയുന്നത് കേൾക്കരുത്. ഒരു പക്ഷേ നിങ്ങളുടെ ആ ട്രസ്റ്റിനെ കാണിച്ചു തക്ക പ്രൂഫോ അല്ലെങ്കിൽ എവിഡൻസോ ഒന്നും കാണില്ല. പക്ഷെ നിങ്ങൾക്കൊരു സെൻസ് ഓഫ് ഫീലിംഗ് അറിയാം, സെൻസ് ഓഫ് പീസ് ആയിരിക്കും, സെൻസ് ഓഫ് കാംനെസ് ആയിരിക്കും. പക്ഷെ ആ കാംനെസ് അധികം നേരം നിലനിൽക്കാത്ത എന്തുകൊണ്ടാണെന്നറിയാം? ബിക്കോസ് മൈൻഡിനാണ് പ്രൂഫ് വേണ്ടത്, അല്ലെങ്കിൽ എവിഡൻസ് വേണ്ടത്. ആത്മാവിനൊരിക്കലും പ്രൂഫോ എവിഡൻസോ ഒന്നും ചോദിക്കത്തില്ല, വാലിഡേഷനോ ചോദിക്കത്തില്ല. ബിക്കോസ് അതിനറിയാം. സോ പ്ലീസ് ഓൾവേസ് ഫോളോ യുവർ ഹാർട്ട് ആൻഡ് ഓൾവേസ് ഫോളോ യുവർ ഇന്നർ ഗുരു, ഇന്നർ ഗൈഡൻസ്, ഇന്നർ ആത്മൻ. ആൻഡ് ഫോളോ റെസ്റ്റ് ഓഫ് എല്ലാം ഫോളോ ചെയ്യുക. ഫോളോ യുവർ ഹാർട്ട്. സോ ഇൻറ്റഗ്രേഷൻ, സറണ്ടർ, വയലറ്റ് ഫ്ലെയിം ആക്ടിവേഷൻ, ഐ ആം ഇനഫ്, ഡിവൈൻ ഓർഡർ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഇതാണ് മേജർ എനർജി
ഈ ഒരു ടോറസ് രാശിയിൽ നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഉണ്ടാവാൻ പോകുന്ന കളക്റ്റീവിൽ നമ്മുടെ എല്ലാവരിലും. സോ ഈ ഒരു പ്രോസസ്സിൽ വേണ്ടത് അത്യന്താപേക്ഷിതമാവുന്നതാണ് ട്രസ്റ്റ്. ട്രസ്റ്റ് 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 ട്രസ്റ്റ്. ഓക്കെ, സോ ഹോപ്പ് ആൻഡ് കമൻറ്റ് ബോക്സിൽ എല്ലാവരും എഴുതട്ടെ, ഐ ചൂസ് ടു ട്രസ്റ്റ് ദ ഡിവൈൻ ഓർഡർ ആൻഡ് ഐ ആം ഇന്നഫ്. നിങ്ങളുടെ ഈ ഐ ആം ഇനഫ് എന്നുള്ളത് മുദ്രാവാക്യമായി നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരു മുദ്രാവാക്യമായി മാറട്ടെ ഞാൻ വിശ്വസിക്കുന്നു ആൻഡ് പ്രാർത്ഥിക്കുന്നു. ഹോപ്പ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും ഈ ടോറസ് രാശി, ഈ ഇടവം മാസം, ഈ ഇടവം രാശി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ എങ്ങനെയൊക്കെ നിങ്ങളെ സഹായിക്കും. ഓക്കെ, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. നിങ്ങളുടെ ലൈഫിൽ ടോറസ് രാശി നിങ്ങളെ പേഴ്സണലി എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ എങ്ങനെ അത് സപ്പോർട്ട് ചെയ്യും, എന്തൊക്കെയാണ് നിങ്ങൾ പ്രിക്വേഷൻസ്, എന്തൊക്കെ മുൻകരുതലാണ് എടുക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ ഫോർ മൈ പേഴ്സണൽ ടാരോ സെഷൻ ആൻഡ് ഫോർ യോഗ ക്ലാസ്സിന് ബ്രീതിങ് എക്സസൈസ് ഒക്കെ പഠിക്കാൻ ആഗ്രഹമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ ഫോർ മൈ പേഴ്സണൽ യോഗ സെഷൻ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. See you in the next video. Thank you. Bye.